ചേർന്നു ഞങ്ങൾ അങ്ങേ സുതനെ വാഴ്ത്തും. ആരാധന ആരാധന ദാദാ, ആരാധന 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 പാടാം ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മരിയൻ ഉടമ്പടിയിൽ അഡ്രസ്സ് ചെയ്യണത് 2000 കൊല്ലങ്ങളായിട്ട് അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യമാണ്. എന്താണ്? ഉടമ്പടിയിലുള്ള ടൈം ലാഗിങ്ങിനെ ആണ് ഇത് ടൈം ഷോർട്ട് ചെയ്യണത്. എബ്രാഹത്തിന് 25 കൊല്ലം എടുത്ത് മകനെ കിട്ടാൻ, മോസസിന് വാഗ്ദാന നാൾ പ്രാപിക്കാൻ. അപ്പോൾ മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ വയസ്സായിപ്പോയി. ഇസ്രായേൽ ജനം വാഗ്ദാന നാട് പ്രാപിച്ചപ്പോൾ മോസസ്, അത് കൊണ്ട് നടന്ന മോസസ് മരിച്ചുപോയി. അപ്പം സമയം നിസ്സാര കാര്യമല്ല, സമയം ഭയങ്കര വില്ലനാണ്. സമയം നേരത്തെ നടക്കണം. അതുകൊണ്ട് സമയത്തിൻ്റെ കടിഞ്ഞാൻ ഇടുന്നതാണ് മരിയൻ ഉടമ്പടി. വല്ലാണ്ടങ്ങ് നീണ്ടുപോണ സമയത്തെ പിടിച്ചു നിർത്തും മരിയൻ ഉടമ്പടി. എന്താണ്? അവൻ പറയണ പോലെ ചെയ്യും. നിങ്ങൾ എന്തുമാത്രം കാര്യങ്ങൾ അവൻ പറയണ പോലെ ചെയ്യുന്നുണ്ടോ അത്രയും ടൈം ഷോട്ട് വരും. കഴിഞ്ഞ ദിവസങ്ങളിലേ ലിസി എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നല്ല സാക്ഷിയായിരുന്നു. ഇപ്പോൾ ലിസിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ കാനഡയിൽ ധ്യാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ വിദേശ ധ്യാനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഗുണവുമുണ്ട് ദോഷമുണ്ട്. വിദേശ ധ്യാനങ്ങൾക്ക് കൃപാസനത്തിൻ്റെ അകത്ത് നടക്കുന്ന ധ്യാനം പോലെ ചിട്ടയും കൗൺസിലിംഗും ഒന്നും ഉണ്ടാകത്തില്ല. കാര്യങ്ങളെല്ലാം നടക്കും. അതിൻ്റെ അവിടെ പരിമിതികളനുസരിച്ച് നടക്കും. കാര്യം ഇവിടെ നമ്മൾ 76 മെമ്പേഴ്സിനെ വെച്ചാണ് ഇവിടെ ഉടമ്പടി ധ്യാനം നടത്തുന്നത് കേരളത്തിൽ. നമ്മുടെ കൃപാസനത്തിൽ കൗൺസിലേഴ്സിന് 9 പേരുണ്ട്. 9 പേരെ വെച്ചാണ് ഈ 10-300 പേരെ നമ്മൾ കൗൺസിൽ ചെയ്തിട്ട് ആ ഉടമ്പടിയുടെ ട്രാക്കിലേക്ക് ഇവരെ കൊണ്ടുവരണത്. അപ്പം ഇതിനുള്ള സൗകര്യമൊന്നും, ഇപ്പം ഞാനും വിജയകുമാറുമാണ് മോളിൽ അവിടെ പോകുന്നത്. ഒരാൾ പോകുമ്പോൾ തന്നെ 10 ലക്ഷം 12 ലക്ഷം രൂപ ചിലവാകും പോയി വരുമ്പോൾ. അപ്പം അതുകൊണ്ട് ഒത്തിരി ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉള്ള ലിമിറ്റഡ് സാഹചര്യങ്ങൾ അവിടെ ഉള്ളത്. പിന്നെ അവിടെ ഞാൻ എന്ത് ചെയ്യും, ലിമിറ്റഡ് സാഹചര്യം ഉള്ള കാരണം ഞാനുള്ള എല്ലാവരെയും കാണും. അതാ ഇവിടെ കാണാൻ പറ്റത്തില്ല. വിദേശ രാജ്യങ്ങളിലെ ധ്യാനങ്ങളിൽ ഞാൻ ഈച്ച് ആൻഡ് എവരിബഡി, ഇപ്പോൾ സെയ്ഫോളിൽ ഞാൻ 700 പേരെയും കണ്ട്. അവിടെ ബെർഹിയാവിൽ 2400 പേര് ഉടമ്പടിയിൽ വന്നെങ്കിലും കുടുംബപരമായിട്ട് അവർ ഒരു കുടുംബത്തിന് ഒരു ഉടമ്പടിയാണ് എടുത്തത്. ഇപ്പോൾ 1400 പേരാണ് ഉടമ്പടി എടുത്തത്. 1400 പേരെ ഞാൻ കണ്ടു. സന്ധ്യ ആയാലും നിന്ന് കാണും ആൾക്കാരെ. അതതിൻ്റെ വ്യത്യാസം അതാണ്. കാര്യം എനിക്കറിയാം അവരുടെ കൗൺസിലിംഗ് ഒന്നും ശരിയായി കാണത്തില്ല. അപ്പം അതുകൊണ്ട് അവരെ ജസ്റ്റ് അവരുടെ പ്രശ്നങ്ങളെല്ലാം അവർ പരിഹരിച്ച് ഡയറക്റ്റ് അവരുടെ ഉടമ്പടിയിലേക്ക് വരാൻ വേണ്ടി ഓരോരുത്തരും കണ്ടിട്ട് തൈലാഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കാം. അപ്പം ഞാനിങ്ങനെ കാനഡയിൽ ധ്യാനം നടത്തുമ്പോൾ ലിസി പറഞ്ഞ സാക്ഷ്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ സാക്ഷ്യം പറഞ്ഞത്, ലിസി ഒരു നേഴ്സാണ്. ഇവരുടെ അവസ്ഥ ഭയങ്കര രസമാണ്. ഇവർ 18 വർഷത്തിന് മുമ്പ് 2005 മറ്റേ നഴ്സിംഗ് പാസ്സായതാണ്. അപ്പം അന്ന് ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അമേരിക്കയിൽ ജോലി ചെയ്യണമെന്നുള്ളത്. അപ്പോൾ എല്ലാ നേഴ്സുമാരും അക്കാലങ്ങളിൽ അമേരിക്കയിൽ ജോലി ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പം ട്രംപ് പൂട്ടി വരികയല്ലേ സംഭവം. അപ്പം അതുകൊണ്ട് ഇവർക്ക് പക്ഷേ പോകാൻ ഒത്തില്ല. കാര്യം അതിൻ്റെ പ്രോസസ്സിങ് ഭയങ്കര കഠിനമാണ്. അവിടെ ഒരു വിസ കിട്ടുക, അല്ലെങ്കിൽ തന്നെ അതിനുശേഷം അവിടെ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുക, PR കിട്ടുക, ഗ്രീൻ കാർഡ് കിട്ടുക, അതൊക്കെ വലിയ തൊല്ല പിടിച്ച പരിപാടിയാണ്. ചിലപ്പോഴൊക്കെ ലോട്ടിങ്ങിലേ വരത്തുള്ളൂ. 10 ലക്ഷം പേര് ലോട്ടിട്ട് അതിൻ്റെ അകത്ത് ഒരു മിഷൻ കറക്കിയിട്ട് ഒരാൾക്കൊക്കെ വിസ കൊടുക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി നൂലാമാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരതിനകത്ത് പരാജയപ്പെട്ട് ഇവർ പിന്മാറി. ഇവർ കാനഡയ്ക്ക് കിട്ടി. കാനഡയൊക്കെ ഈ അടുത്ത കാലത്താണ് തുറന്നതേ. മറ്റു രാജ്യങ്ങളെല്ലാം തുറന്നത് കോവിഡിന് ശേഷമാണ്. ശക്തമായ രീതിയിൽ മറ്റു രാജ്യങ്ങളെല്ലാം ഇവരെല്ലാം സ്വീകരിക്കാനും സർവീസ് മേഖല തുറന്നു കൊടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടി. അപ്പം നേരത്തെ അമേരിക്ക മാത്രമേ തുറക്കത്തുള്ളായിരുന്നു.
പക്ഷേ ഇവർക്ക് അവിടെ കിട്ടിയില്ല. കാനഡ തുറന്നപ്പോൾ ഇവർ കാനഡയിൽ പോയി ഭർത്താവുമായിട്ട് മക്കളൊക്കെ ആയിട്ട് അവിടെ താമസിക്കുകയും. അപ്പോൾ അവർ ഒരുവിധം ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ധരിക്കരുത് വലിയ സൗഭാഗ്യം തേടി പോയതാണെന്നൊന്നും ധരിക്കരുത്. നിങ്ങളൊന്നും ഞാനൊന്നും അവിടെ ജീവിക്കത്തില്ല. ഞാൻ പോണതെല്ലാം സമ്മറിലാണ് പോണത്. അവിടുത്തെ സാധാരണ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -30 എന്ന് വെച്ചാൽ നമ്മുടെ കൈ ഉറ ഊരിക്കഴിഞ്ഞാൽ ഈ സാധനം പിന്നെ വിരലൊടിച്ച് കളഞ്ഞാൽ മതി. അത്രയും തണുപ്പാണ്. ആൾക്കാർ ഫിൻലൻഡിൽ ഒരു പോയി താമസിക്കുന്നുണ്ട്. പക്ഷേ അത്രയും പെയിൻഫുള്ളാണ് ജീവിതം. കിട്ടണ കാശ് മുതലാകത്തില്ല. അവർ ടാക്സ് അടിക്കുക, 40% ടാക്സാണ്. പിന്നെ എന്താ വീട്ടിലോട്ട് അയക്കണത്? 40%, 100 രൂപ കിട്ടിയാൽ 40 രൂപയും കൊണ്ട് ഗവൺമെൻറ് പോയിട്ട്. ഗൾഫിലൊന്നും അവരങ്ങനെ ചെയ്യത്തില്ല. ഉള്ളത് നമുക്ക് തരും, വീട്ടിൽ വരാൻ പറ്റും. പക്ഷെ അവിടെ താമസിക്കാൻ പറ്റത്തില്ല. ഗൾഫിൽ ആരെയും താമസിപ്പിക്കത്തില്ല, വണ്ടി വിടാൻ പറയും. നിൻ്റെ 3 കൊല്ലം കഴിഞ്ഞാൽ പ്രോജക്റ്റ് ഓവർ, പാക്ക് ചെയ്യുമവർ. അമേരിക്ക പാക്ക് ചെയ്യത്തില്ല. അവർക്ക് ഗ്രീൻ കാർഡൊക്കെ തന്ന് നമ്മളവിടെ നിർത്തുവർ. അപ്പം പല ജീവിതത്തിനും പല പ്രശ്നങ്ങളാണ് ഉള്ളത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട്, നമ്മൾ പഠിച്ചവരായതുകൊണ്ടും കേരളത്തിൽ നല്ല ശതമാനം ആൾക്കാരും പഠിച്ചിരിക്കുന്ന കാരണം അവർക്ക് പുതിയ സാധ്യതകളെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പോകാൻ പറ്റും. നല്ലതാണ്, പോകുന്നത് നല്ലതാണ്. പക്ഷേ അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയണത്, ഈ ലിസി അവിടെ താമസിക്കുകയാണ്. 10-14 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണ് കാനഡയിൽ. ഇപ്പോൾ ലിസിക്ക് ഒരാഗ്രഹമുണ്ട്, അവരുടെ പ്രൊഫഷൻ നല്ലവണ്ണം എക്സർസൈസ് ചെയ്യണം. ഒരു വർക്ക് സാറ്റിസ്ഫാക്ഷൻ വേണമല്ല, എല്ലാവർക്കും ഒരു പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. അവർ പഠിച്ച ട്രേഡ് തന്നെ കിട്ടണം, പഠിച്ച സ്ഥലത്ത് തന്നെ ജോലി ചെയ്യണം. അതിനൊരു റൈറ്റാണ് നമ്മുടെ. അപ്പോൾ അവർ കിട്ടിയിരിക്കുന്ന ജോലിയിൽ അവരുടെ പഠനത്തിൽ അവരത്ര ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള ആളല്ല. പക്ഷേ ഇനിയിപ്പോൾ കഴിയാൻ പറ്റും. ഇവർക്കിപ്പോൾ 40 വയസ്സായി. അപ്പോൾ അവർക്ക് അമേരിക്കൻ സ്വപ്നം അവർ ഉപേക്ഷിച്ചു. അപ്പോൾ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ട് കാനഡയിൽ ജീവിക്കാൻ വേണ്ടി, ഇപ്പോൾ ഞാനവിടെ കാനഡയിൽ ധ്യാനം നടത്തി, ടൊറൻറ്റോയിലും എൻ്റെ അപ്പുറത്തും ഗെറ്റ്സെമിനിൽ, അവിടുത്തെ ഗെറ്റ്സെം ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം നടത്താൻ ചെല്ലുമ്പോൾ അവിടെ 10,000-3000 പേരുണ്ടായിരുന്നു ആ ധ്യാനത്തിൽ. അവിടെ ചെല്ലുമ്പോൾ ലിസി പറയണത്, ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് 5 സെക്കൻഡാണ് കിട്ടണത്. 5 സെക്കൻഡ് കിട്ടി. ആ സമയത്താണ് ലിസി തൻ്റെ അമേരിക്കൻ സ്വപ്നം പറയണത്. അത് അവളെ ഉപേക്ഷിച്ച് കളഞ്ഞതാണത്. ആ പുസ്തകം ഒക്കെ പറിച്ച് കീറി കളഞ്ഞതാണ്. ആ സമയത്ത് വന്നപ്പോൾ ഈ അഹ്റോൻ്റെ വടി ക്ലിർക്ക് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉടമ്പടിയിലുണ്ട്. ഉടമ്പടിയിൽ അതുള്ളു. എനിക്കറിയാമല്ലോ, വാഗ്ദാനപ്പെടുന്നത് 3 സബ്സ്റ്റൻസാണ് ഉള്ളത്. എന്തൊക്കെയാണത്? ഒന്ന്, ആകാശ മഞ്ഞ നിറച്ച കലശം, കുടം, പാത്രം. രണ്ടാമത്തത് എന്താണ്? കർത്താവിന് മോസസിന് കൊടുത്ത വചനങ്ങൾ. പിന്നെ മൂന്നാമത്തത് എന്താണ്? ഈ അഹ്റോൻ്റെ തളർത്ത വടി. അഹ്റോൻ്റെ തളർത്ത വടിയെക്കുറിച്ച് ഒത്തിരി പേര് സാക്ഷ്യം പറയും. നമ്മുടെ പച്ച മെഴുകുതിരിയുടെ ഉദ്ദേശം തന്നെ അതാണ്. എന്താണ്? നിൻ്റെ സ്വപ്നങ്ങൾ പൊരിഞ്ഞ് കരിഞ്ഞു പോയതിനെ വീണ്ടും കർത്താവ് തളർപ്പിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജിയോ, വൈഫിൻ്റെ പേര് ഷൈല. ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലായി 30 വർഷത്തോളമായി. അവിടെ ഒരു ട്രഷറിയിലെ സീനിയറായിട്ട് അക്കൗണ്ടൻറ്റ് ജനറൽ എന്ന് പറഞ്ഞ പൊസിഷനിൽ വർക്ക് ചെയ്യുകയായിരുന്നു 30 വർഷമായിട്ട്. ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയിൽ കൂടി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തട്ടിമുട്ടി മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ 30 വർഷമായിട്ട്. 2011 എന്നെ ഒരു ആക്ടിംഗ് പൊസിഷനിൽ എൻ്റെ മിനിസ്റ്റർ എന്നെ അപ്പോയിൻ്റ് ചെയ്യുകയുണ്ടായി. ആ സമയത്ത് ആക്ടിംഗ് പൊസിഷനിലുണ്ടായിരുന്ന ഒഫീഷ്യൽസ് 3 പേരെ സസ്പെൻഡ് ചെയ്യുകയും ആ സസ്പെൻഷനെ പറ്റിയിട്ട് ലീഗലായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് മിനിസ്റ്റർ തന്നെ ഒരു കമ്പനിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ആ വിവരങ്ങളൊന്നും ഡിസ്ക്ലോസ് ചെയ്യാതെ ആണ് എന്നെ ആക്ടിംഗ് പൊസിഷനിൽ അപ്പോയിൻ്റ് ചെയ്തത്. പിന്നീട് അത് ഒരു കേസായി മാറുകയും മിനിസ്റ്റർ റിസൈൻ ചെയ്തു. അതിൻ്റെ എല്ലാ ചാർജസും എൻ്റെ തലയിലായി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അറിയാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ക്രിമിനലായിട്ട് ഒരു കേസ് ഡിപ്പാർട്ട്മെൻറ്റ് ചാർജ് ചെയ്യുകയുണ്ടായി.
3 ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത്. ആ സമയത്തെല്ലാം ഞങ്ങൾ 2019 ആദ്യമായിട്ട് എൻ്റെ വൈഫും ഞാനും കൂടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. ഞങ്ങളൊരു പ്രാവശ്യം സാക്ഷി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 2023 ഈ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഞാൻ തന്നെയാണ് അതിൻ്റെ പ്രശ്നക്കാരൻ. അപ്പോൾ അവർ എന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ അവസാനം അത് കോടതി കേസായി മാറുകയും ചെയ്തു. മാതാവിൻ്റെ ഇടപെടൽ തുടക്കം മുതലേ ഞാൻ ദർശിച്ചിരുന്നു. ആദ്യമായിട്ട് ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ അതിൽ 2 ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് അനുകൂലമായിട്ടും 10 വർഷം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് പ്രതികൂലമായിട്ടുമാണ് അവർ കേസ് കൊണ്ടുവന്നത്. അങ്ങനെ ഫെബ്രുവരി 2023 എന്നെ കേസ് ചാർജ് ചെയ്യുകയും അങ്ങനെ കോടതിയും വക്കീലുമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നത്. എനിക്കതിനെ പറ്റിയിട്ട് ഒന്നും തന്നെ അറിയണ്ടായിരുന്നില്ല. ഞാൻ മാനസികമായിട്ട് ഒത്തിരി തളർന്നു. ആ സമയത്ത് എനിക്ക് അഭിഷേകമായി കിട്ടിയ ദൈവവചനം 1 പത്രോസ് 5:6 ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. എത്രയോ മീനിങ് ഫുള്ളായിട്ടുള്ള ദൈവവചനമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതിൻ്റെ ഇടയിൽ ഓഗസ്റ്റ് 2023 ഞാൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നു. ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവരും തകർന്നു. ഞാൻ മെൻ്റലായിട്ട് ബ്രേക്ക് ഡൗൺ ആവുമോ എന്ന് പോലും സംശയിച്ചു. ഓഗസ്റ്റ് 27 ഞാനിവിടെ വരികയും 5 ദിവസത്തെ ലീവിന് വേണ്ടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഉടമ്പടി എടുക്കുകയും ജോസഫ് അച്ഛൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം തിരിച്ചു ചെന്നപ്പോൾ എനിക്ക് വേണ്ടി വാദിച്ചിരുന്ന ഈ വക്കീലുമാർ എൻ്റെ പ്രൈവറ്റ് കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് പ്രോസിക്യൂട്ടറിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നൊക്കെ പിന്നീടാണ് മനസ്സിലാവുന്നത്. ദൈവം തന്നെ ഇടപെട്ട് ആ വക്കീൽമാരെ മാറ്റി, പുതിയ വക്കീൽമാരെ വെച്ചു. അങ്ങനെ ആ കേസ് അവസാനം 2025 കേസ് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എനിക്കൊരു ദൈവവചനം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടി. ഈശോ എന്നോട് പറഞ്ഞു, ജിയോ ഓപ്പൺ ഫിലിപ്പി 2:15. എനിക്ക് ഫിലിപ്പി ഓൾഡ് ടെസ്റ്റ്മെൻ്റ് ആണോ ന്യൂ ടെസ്റ്റ്മെൻ്റ് ആണോ ഒന്നും കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് അതിലത്തെ വചനങ്ങളും അറിയില്ല. അപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് പറയുണ്ടായി, ഫിലിപ്പി 2:15 പറയുന്നു, അതിലെന്താണ് എഴുതിയിരിക്കണേന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വായിച്ചു നോക്കിയപ്പോൾ അങ്ങനെ നിങ്ങൾ നിർദോഷകരും നിഷ്കളങ്കരുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുമുള്ളതുമായ ഈ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ, ഇവരുടെ മധ്യേ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. അതാണ് എനിക്ക് കിട്ടിയ വചനം. ആ വചനം കേട്ടപ്പോൾ മുതൽ എൻ്റെ മനസ്സ് ഒത്തിരി സന്തോഷിച്ചു. അതാണ് കേസിൻ്റെ അവസാനം വരാൻ പോകണമെന്നുള്ള വിവരം അന്ന് തന്നെ എനിക്ക് ദൈവം പറഞ്ഞു തന്നു. കേസ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. 24 ഒക്ടോബർ 2025 ജഡ്ജ് പറഞ്ഞു, മിസ്റ്റർ പോൾ, അവിടെ എന്നെ അങ്ങനെ വിളിക്കുക, മിസ്റ്റർ പോൾ, എല്ലാ കേസുകളും നിന്നെ വിമോചിച്ചിരിക്കുന്നു, നീ കുറ്റക്കാരനല്ല ഒന്നിലും. അങ്ങനെ എന്നെ കോടതി വെറുതെ വിടുകയും ദൈവത്തിന് അങ്ങനെ എനിക്ക് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് ഞങ്ങളവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറിയൻ ഷ്രൈൻ കൃപാസനം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അവിടുത്തുകാരാണ്, കൂടുതലും ബ്ലാക്സാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച് അവരവരുടെ വീടുകളിൽ പ്രാർത്ഥിക്കും, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നിട്ട് അവരെ കൊണ്ട് ഉടമ്പടിയും ക്യാൻഡിൽ ലൈറ്റ് പ്രെയറും ഈ പേപ്പർ കൊടുത്ത് അവരോട് പറഞ്ഞ് സംസാരിച്ച് അവരെ കൊണ്ട് ഉടമ്പടി ഇടിപ്പിച്ച്. പക്ഷെ അതിനുള്ള ഒരു പ്രയാസം, അവർക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ധ്യാനം മലയാളത്തിലായതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഈ അച്ഛൻ പറയുന്ന എല്ലാ ധ്യാനങ്ങളും ഞാൻ കേൾക്കുകയും അതിലുള്ള എല്ലാ വചനങ്ങളും ഇംഗ്ലീഷിലാക്കി കൺവേർട്ട് ചെയ്ത് അതിൻ്റെ അച്ഛൻ പറയുന്ന എക്സ്പ്ലനേഷനൊക്കെ എഴുതി ഇവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട്. ധ്യാനം കേൾക്കാനായിട്ട് അവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഇത് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ എല്ലാ ദിവസവും
ഒരു 200 പേർക്കെങ്കിലും ദൈവവചനം ഞാൻ എത്തിക്കും ഓൺലൈനിൽ കൂടി, ഇംഗ്ലീഷിൽ. ഇതാണ് കൂടുതലായിട്ടും എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളുള്ളത്. കൂടാതെ കാരുണ്യ പ്രവർത്തികൾ ഞാനും ശൈലിയും കൂടി 25 പാവപ്പെട്ട ഫാമിലിക്ക് ഒരു മാസത്തേക്കുള്ള ഗ്രോസറീസ് വാങ്ങിച്ച് എല്ലാ മാസവും കൊടുക്കും. അങ്ങനെ പിന്നെ ചെറിയ പാവപ്പെട്ട ആര് സഹായം ചോദിക്കുകയാണെങ്കിലും ഞങ്ങൾ ഒത്തിരി സഹായങ്ങൾ ചെയ്യും. ആ രീതിയിലാണ് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ കണ്ടിന്യൂ ചെയ്തിരുന്നത്. എന്നെ തന്നെ സ്വഭാവത്തിൽ ഒത്തിരി ആത്മീയ ജീവിതത്തിലും ഒത്തിരി വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ശുണ്ടിക്കുള്ള ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ശുണ്ടിയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റായിട്ട് പോയി. ആർക്ക് വേണമെങ്കിൽ ചീത്ത പറയാം, ഒരു കുഴപ്പമില്ല. അത് മുഴുവൻ ഈശോയുടെ നാമത്തിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അത് ആ ഉത്തേജനം കിട്ടിയത് ഫാദർ ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്നാണ്. എന്ത് ചെയ്താലും നന്ദി, താങ്ക്സ് പറയുക. ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സക്സസ്ഫുള്ളാണ്. ഈസ് വർക്കിംഗ് വെരി വെൽ. പിന്നെ എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയും അഖണ്ഡ ജപമാല ചെല്ലും. എല്ലാ ദിവസവും സമ്പൂർണ്ണ 4 റോസറീസ് വെച്ച് എല്ലാ ദിവസവും ചെല്ലും. പിന്നെ മറ്റു പ്രാർത്ഥനകളും കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. ഇതെല്ലാമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഈ കേസ് പോകാൻ കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതും മാതാവിൻ്റെ ഈശോയുടെയും ഇടപെടൽ കാരണം മാത്രമാണ് ഈ കേസ് എനിക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിന് ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഷൈല. ഞാൻ ഈ ഹസ്ബൻഡ് പറഞ്ഞ പോലെ ആ കേസിൽ ഹസ്ബൻഡായപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു. ഞങ്ങളും മക്കളും ഒരുപാട് സങ്കടപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈ കേസിൻ്റെ തലേ ദിവസം എനിക്കൊരു സ്വപ്ന ദർശനം ഉണ്ടായി. മാതാവിനെ ഞാൻ 3-4 പ്രാവശ്യം സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അതിനു മുമ്പ്. പക്ഷേ ഈ കേസിൻ്റെ വിധി പറയണതിൻ്റെ തലേന്ന് രാത്രി എനിക്കൊരു സ്വപ്നം ഉണ്ടായി. അതിൽ ഞാൻ ആക്ച്വലി കാണുന്നത് എൻ്റെ മമ്മീനെയാണ്. എൻ്റെ മമ്മി മരിച്ചിട്ട് ഇപ്പോൾ കുറച്ച് നാളായി. അപ്പോൾ ഞാൻ കാണുന്നത് മമ്മീനെയാണ്. ഞാനൊരു മുറിയെല്ലാം ലോക്ക് ചെയ്ത് ഞാൻ മുറിക്കകത്തിരിക്കുമ്പോൾ എൻ്റെ മമ്മി മുറിയിൽ കയറി വരും. അപ്പോൾ ഞാൻ മമ്മിയോട് ചോദിക്കും, മമ്മി എങ്ങനെ എൻ്റെ മുറിയിലേക്ക് വന്നേ? ഞാൻ മുറിയൊക്കെ പൂട്ടി വെച്ചതാണല്ലോ എന്ന് പറഞ്ഞു. അത് നീ പൂട്ടിയാലും ഞാൻ വരും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സ്വപ്നം കഴിഞ്ഞു. ഉണർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മമ്മിയല്ലായിരുന്നു, മാതാവായിരുന്നു എന്ന്. കാരണം തലയിൽ കൂടി തുണിയെല്ലാം വിട്ട് ഗ്രേ കളറിൽ ഉടുപ്പിട്ട ഒരമ്മയാണ് ഞാൻ കണ്ടിരുന്നത് സ്വപ്നത്തിൽ. അതിൽ ഞാൻ സംസാരിച്ചത് എൻ്റെ മമ്മിയോട് സംസാരിക്കണ പോലെയാണ്. പക്ഷെ ഉണർന്നപ്പോൾ അത് അമ്മയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഈ കേസ് ഒരു വിജയമാകുന്നു. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. അതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നിട്ടുണ്ട്. അക്രൈസ്തവരായ ഞങ്ങളുടെ 2 ഫ്രണ്ട്സിൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഒരു ഫ്രണ്ടിൻ്റെ മോന് 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അമ്മ ഹിന്ദുസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ മാതാവിൽ വിശ്വാസമുണ്ടോ പ്രാർത്ഥിക്കാൻ? അങ്ങനെയെങ്കിൽ കൃപാസനത്തിൽ ഒരു അമ്മയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ അവരെന്നും ക്യാൻഡിൽ ലൈറ്റ് പ്രെയർ എടുത്ത് പ്രാർത്ഥിച്ചു. 1 കൊല്ലത്തിനുള്ളിൽ അവരുടെ മരുമകൾ പ്രഗ്നൻ്റ് ആവുകയും ഒരു മോളെ കിട്ടുകയും ചെയ്തു. അതുപോലെ വേറൊരു അക്രൈസ്തവ എൻ്റെ കൊളീഗായിരുന്നു. അവർക്കും 2ാമതൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതും വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. ഇന്ന് കാലത്ത് ഞങ്ങൾ ഈ കൃപാസനത്തിൽ ഞങ്ങൾ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ വന്ന് കയറുമ്പോൾ ഭയങ്കര മുല്ലപ്പൂവിൻ്റെ അഭിഷേകമായിരുന്നു ഞങ്ങൾക്ക് 2 പേർക്കും. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മാതാവ് ഞങ്ങളെ ഇങ്ങനെയാണല്ലോ സ്വാഗതം ചെയ്തതെന്ന് ഓർത്ത് ഒരുപാട് സന്തോഷിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ജീവിതത്തിൽ തന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും. ഞങ്ങളുടെ മക്കൾക്ക് ജോലി നൽകി, അങ്ങനെ ചെറുതും വലുതുമായ എല്ലായിടത്തും ഞങ്ങൾ തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ഇപ്പോൾ ജിയോ കോർട്ടിൽ പോകുമ്പോൾ കോർട്ടിൽ എന്ന് പോയാലും ഉപ്പ് വെതറി പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യാറ് എല്ലാ കാര്യങ്ങളും. തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ദൈവകുമാരനും ഒരുപാട് നന്ദി. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് രഞ്ജു ജേക്കബ്. ഞാൻ ഇടയാർ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടയാർ കൂത്താട്ടോളം ഇടവക അംഗമാണ്.
ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2019 ഈ പുണ്യപ്പെട്ട അൾത്താരയിൽ വന്ന് നിന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഏകദേശം കടബാധ്യതകളെല്ലാം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്ഥലവും വീടും എല്ലാം വിറ്റ് കടബാധ്യത തീർക്കാമെന്ന് വിചാരിച്ച് വിൽപ്പനയ്ക്കുള്ള ആളുകളെല്ലാം വന്നു തുടങ്ങി. പക്ഷേ ഒരു 1.5 വർഷം ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നതല്ലാതെ വിൽപ്പന നടക്കുന്നില്ല. മറുപടിയും ഞാൻ ഉടമ്പടി പുതുക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി ആധാരം കൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ അച്ഛനെ ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ പ്രാർത്ഥിച്ച് എനിക്ക് വെഞ്ചരിച്ച കാശ് രൂപ എല്ലാം തന്നു വിട്ടു. ഞാനത് പറമ്പിൽ കൊണ്ടുവന്നിട്ടു, പ്രാർത്ഥിച്ചു. ഉടമ്പടി കണ്ടിന്യൂ ആയിട്ട് തുടർന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥലവും വീടും വിൽപ്പന നടക്കുകയും എൻ്റെ കടബാധ്യതകളെല്ലാം വീടുകയും ചെയ്തു. കടബാധ്യതകളെല്ലാം വീടിയെങ്കിലും എൻ്റെ ചേച്ചിയുടെ മോൻ എന്നോട് ചോദിച്ചു, ചിറ്റ ഇനി എന്ത് ചെയ്യും? കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഇനി സ്വന്തമായിട്ടൊരു ഭവനം വേണം. ഇതിനെല്ലാം ചിറ്റ എന്താ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലുള്ള ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് മറുപടിയും ഒരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഓടിയെത്താനായിട്ടുള്ള സങ്കേതം കൃപാസന അമ്മയാണ്. ഞാൻ തിരിച്ചിവിടെ വന്ന് ഉടമ്പടി വെച്ചു, മാതാവേ എനിക്ക് സ്വന്തമായിട്ട് ഭവനം വേണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിനെല്ലാം എനിക്ക് എൻ്റെ നാട്ടിലുള്ള ജോലി, ഞാനൊരു നേഴ്സാണ്, ആ ശമ്പളം കൊണ്ട് എനിക്ക് ഒന്നും ആവില്ല. അതുകൊണ്ട് എനിക്ക് ആകപ്പാട് ജോലിക്ക് പോകാൻ ഇഷ്ടം ഇസ്രയേലാണ്. എനിക്ക് അവിടെ പോകണം. ഒരുപക്ഷെ മുമ്പെല്ലാം അതിന് പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഒത്തിരി പൈസയാവും. അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് പോവാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹത്തെ മൂടി വെച്ചതാണ്. ഞാൻ മറുപടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഇസ്രയേലിൽ പോകണം, ഇസ്രയേലിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രോസസ്സ് എല്ലാം ആരംഭിച്ചു. ഏകദേശം 16 ലക്ഷം രൂപയോളം വേണം പോകുന്നതിന് വേണ്ടിയിട്ട്. അമ്മ എനിക്ക് വേണ്ടിയിട്ട് അമ്മ ഒരു ദൂതനെ അയച്ച് എനിക്കുള്ള പൈസ തരണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫാമിലി എന്നോട് ചോദിച്ചു, രഞ്ജുവിന് ഇനി പോകാൻ എത്ര ലക്ഷം രൂപയാണ് വേണ്ടത്? ഞങ്ങൾ തരാം. അവരെനിക്ക് പൈസ തരികയും അങ്ങനെ ഏജൻസിയിൽ പൈസയെല്ലാം അടയ്ക്കുകയും എനിക്ക് ആ പ്രോസസ്സെല്ലാം കംപ്ലീറ്റായി. അതിനുശേഷം എനിക്ക് ജോബ് ഓർഡർ വന്നു. അതിനുശേഷം എനിക്ക് വിസ വരുന്നില്ല. എൻ്റെ കൂട്ടുകാർക്ക് വിസ വന്നു, എനിക്ക് വിസ വരുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത ടെൻഷനായി. ഞാൻ പിന്നെ മറുപടിയും ഓടി വന്ന് അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വിസ വന്നില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ മൂക്കെ പിടിച്ച് ചോദിച്ചു, നിനക്ക് എന്നാ വേണ്ട? വിസ വേണമല്ലേ? അതിനെന്താ, അമ്മമാതാവ് നിനക്ക് തരും. കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് പോയത്. മിനിങ്ങാന്ന് എനിക്ക് എൻ്റെ വിസ വന്നു. ശനിയാഴ്ച ഞാൻ കയറി ബോംബെക്ക് പോവുകയാണ്. അവിടെയാണ് മെഡിക്കലും എംബസി ഇൻ്റർവ്യൂവും. അതിനുശേഷം അവിടുന്ന് നേരെ ഇസ്രയേലിന് പോവുകയാണ് ചെയ്യുന്നത്. ഈശോയ്ക്കും അമ്മമാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം വാങ്ങി ഹോസ്പിറ്റലുകളും രോഗികളുടെ ഇടയിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കും ഭിക്ഷക്കാർക്ക് ഞാൻ ഭക്ഷണ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി പൊതി കെട്ടി ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ വീടിൽ നിന്ന് കുറച്ച് ദൂരം അകലെയാണ്, ഞാനത് കേട്ടിട്ട് പോലും ഇല്ല, ഒരു മാനസിക രോഗികളുടെ അനാഥാലയമാണ്, അവിടെ 16 പേരാണുള്ളത്, അവർക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ വരാമല്ലോ, എൻ്റെ ഡ്യൂട്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എന്നു മുതൽ കാല് വെച്ചോ അന്നു മുതൽ അനുഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ 2-3 ദിവസം മുമ്പാണ് ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ട് സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയത്. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ വീട് സ്ഥലവും കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ തന്നെ 3 ദിവസം കൊണ്ട് ടോക്കൺ തരികയും ആ സ്ഥലം വിൽപ്പന അവിടെ നടക്കുകയും ചെയ്തു. ഞാൻ അവരെ കൊണ്ടുപോയി ആശുപത്രിയിൽ, എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചയാണ് സൈക്യാട്രി വിഭാഗമുള്ളത്. ഞാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് ഇനി മിച്ചം എന്താണോ അവരുടെ അനാഥാലയത്തിന് ഭക്ഷണ സാധനങ്ങൾ വേണ്ടത് അതെല്ലാം മിച്ചം ഞാൻ ലിസ്റ്റ് വാങ്ങിയിട്ട്, എൻ്റെ കയ്യിൽ പൈസ അത്രയും ഇല്ലെങ്കിലും എൻ്റെ ചേച്ചിയോടും ചേച്ചിയുടെ കൂട്ടുകാരോടെല്ലാം എൻ്റെ കൂട്ടുകാരോടെല്ലാം ഞാൻ പൈസ വാങ്ങിച്ച് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ആരുമില്ല എന്ന് പറഞ്ഞ് അവർ വിഷമിക്കുമ്പോൾ ഞാൻ പറയും, ഞാനില്ലേ നിങ്ങൾക്ക്,
ഞാനുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്നാ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആരുമില്ലാതെ അവർ വിഷമിക്കുമ്പോൾ പറയും ചേർത്ത് നിർത്തുക, അവരെ ചേർത്ത് നിർത്താനായിട്ട്. എനിക്കിപ്പോൾ ഇഷ്ടം എൻ്റെ വീട്ടിൽ 21 പേരുണ്ടെന്ന് പറയാൻ. 16 മാനസിക രോഗികൾ 16 പേരും എൻ്റെ കുടുംബത്തിലുള്ള 5 പേരും, എൻ്റെ വീട്ടിൽ 21 പേരുണ്ടെന്ന് പറയാൻ എനിക്കിഷ്ടം. അതുമാതിരി അവരെ സ്നേഹിക്കാനായിട്ടുള്ളൊരു കൃപ, അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാനുള്ള കൃപ. അവരുടെ ബെഡെല്ലാം പോയായിരുന്നു, കാരണം അവർ കിടന്ന് മൂത്രമൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ബെഡിലെല്ലാം കട്ടിൽ മൂട്ട കയറി ആകപ്പാടെ പോയായിരുന്നു. അതൊരു വലിയ മാനസിക വിഷമായി എനിക്ക്. ഞാൻ ഈശോയോട് പറയും, ഈശോയെ അവർക്ക് ബെഡ് വാങ്ങിച്ചു കൊടുക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിബി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, അനാഥാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടനോട് ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചേട്ടൻ പറഞ്ഞു നമുക്ക് ബെഡിന് ഓർഡർ കൊടുക്കാം, റെക്സോൺ കവറൊക്കെ ഉള്ള ബെഡാണ്, 10-20 ബെഡ് വാങ്ങിക്കുമ്പോഴത്തേക്കും 10,000-40,000 രൂപ വേണം. അപ്പം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഓർഡർ കൊടുക്കാം, കർത്താവ് നോക്കും എന്ന് പറഞ്ഞു. ഞങ്ങളതിന് ഓർഡർ കൊടുത്തു. എനിക്കറിയില്ല എങ്ങനെയല്ല ആ പൈസ എൻ്റെ കൈകളിൽ വന്നു, ഞങ്ങൾക്ക് ആ ബെഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് അറിയില്ല. ചോദിക്കാതെ തന്നെ അനാഥാലയത്തിലേക്ക് കൊടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ വരാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ആ ബെഡെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. അവർക്ക് എന്താവശ്യമുണ്ട്, ഈശോയെ എനിക്ക് അവർക്ക് ഇറച്ചി വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചാൽ ആരെങ്കിലും എന്നെ വിളിക്കും, രഞ്ജു എന്നെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ്, അപ്പോൾ അവർക്ക് വേണ്ടി എന്നാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് എന്നെ വിളിക്കും. അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് എന്നിലൂടെ തമ്പുരാൻ അത് നിറവേറ്റി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും അവരുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് എന്നെ ദൈവം സഹായിച്ചു. അതോടൊപ്പം തന്നെ കരുണാലയം എന്ന് പറഞ്ഞൊരു അനാഥാലയമുണ്ട് കൂത്താറ്റുകുളത്ത്. വൃദ്ധരായ 65 മാതാപിതാക്കൾ, മക്കൾ ഉപേക്ഷിച്ചവരും മക്കളില്ലാത്തവരുമായ 65 പേര്. അവരുടെ അടുത്ത് പോവും, അവരോട് സംസാരിക്കും, അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അരിയൊക്കെ ഉണ്ട് എന്ന് സിസ്റ്റേഴ്സ് പറയും, വേറെ എന്താ വേണ്ടത് അവർ പറയുന്ന സാധനം അവർക്കും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അവരോട് സംസാരിക്കും, അവരോട് ഒത്തിരി നേരം സമയം ചെലവഴിച്ച് അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് അവരോട് കൂടെ ഇരുന്ന് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിക്കും. അങ്ങനെ ഒത്തിരി ദൈവാനുഭവം തമ്പുരാൻ മനസ്സിലോട്ട് തന്നു. അതേമാതിരി പരിശുദ്ധ കുർബാന അനുഭവം, പരിശുദ്ധ കുർബാനയിലും മുമ്പെല്ലാം ഞാൻ താമസിച്ചു പോവും. കുർബാന സമയത്ത് തിരികളൊക്കെ കത്തിച്ചുകൊണ്ട് നടക്കും, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് പരിശുദ്ധ അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നു. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനായിട്ട്, ആ മുറിയപ്പെടുന്ന ഈശോയെ കാണാനായിട്ട് എനിക്ക് സാധിക്കും. വിശ്വാസത്തോടെ കുർബാന സ്വീകരിക്കാൻ എനിക്ക് സാധിക്കും. ഇതെല്ലാം എനിക്ക് സാധിച്ചത് ഞാൻ വെറും 0. ഈ അമ്മ മാതാവ് കരം പിടിച്ചുകൊണ്ട് മാത്രമാണ്. അമ്മ ഈശോയോടൊപ്പം ഈശോയിൽ എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഉടമ്പടി. അങ്ങനെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം മൂലം ഈശോയെ കണ്ടെത്തുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട് ഒത്തിരി കൃപകൾ നൽകി ഈ ഉടമ്പടി മൂലം ദൈവം എന്നെ സഹായിച്ചു. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഈ പുണ്യപ്പെട്ട അൾത്താരിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു.